ഗുഡ് ഡേ, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു 9 യഥാർത്ഥ ജീവിതങ്ങളുടെ കഥയാണ്. ഒരു ദിവസം ഇത്താത്താനൊന്ന് കാണാൻ പൂതിയായി. ഞാൻ വേഗം അവളുടെ വീട്ടിലേക്ക് പോയി. വണ്ടി ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഞാൻ നേരെ അവരുടെ എ സിയുള്ള റൂമിലേക്ക്. എ സി വിട്ട് ഇറ്റയെ വിളിച്ചു പറഞ്ഞു, ഇത്ത നല്ല ചൂടാണ്, ഞാനിവിടെ എ സി റൂമിലുണ്ട്, പെട്ടെന്ന് തന്നെ കുറച്ച് ചോറ് കൊണ്ടെത്താന്ന് പറഞ്ഞു. 5-10 മിനിറ്റ് കാത്തുന്നപ്പോഴേക്ക് കയ്യിൽ നല്ല ചിക്കൻ ബിരിയാണി ആയി. ആഹാ, സുന്ദരമായിട്ട് ഇത്താത്ത അടുത്തേക്ക് വന്നു. ചിക്കൻ ബിരിയാണി തരുന്ന സമയത്ത് ഞാൻ ഇത്തയെ ഒന്ന് നോക്കി. എന്നും നല്ല തീക്ഷ്ണതയുള്ള നല്ല വെളിച്ചമുള്ള ആ കണ്ണിൽ കുറച്ച് കണ്ണുനീരിങ്ങനെ തടകെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്താനോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഇത്ത പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ സമയത്താണ് എന്റെ മനസ്സല്ലാതെ പെടഞ്ഞു. ഞാൻ പറഞ്ഞു, വേഗം പറ, എന്റെ കാര്യം പറഞ്ഞു. മോനെ, കുടുംബ പ്രശ്നമൊന്നുമല്ല, നീ പേടിക്കണ്ട. നമ്മുടെ ഈ വീടിന്റെ അടുത്തൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ ഒരു കുടുംബം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മതി ഇത്ത, ഈ തന്നെ കേൾക്കാണ് എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഇതൊന്നും ഇല്ലാത്തതായിട്ട് ആരുമില്ല, നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എടുത്ത വായിക്ക് ഇത്ത ചോദിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ട് മുഖത്ത് മീശയും വെച്ച് നടക്കുകയല്ലാതെ നീയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആ ചോദ്യം വന്നിട്ട് കൊണ്ടത് ഈ നെഞ്ചിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറിയ ചോദ്യം. ഞാൻ പറഞ്ഞു, ഇത്ത ബാക്കി പറഞ്ഞു പറഞ്ഞു. ഇത്ത പറഞ്ഞു, മോനെ, ഈ റൂം, നമ്മുടെ ഈ റൂം, അത് 3 ഭാഗിക്കാം. അപ്പൊ ഒരു റൂമിന് എത്ര വലിപ്പം കിട്ടും എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഒരു പെട്ടിക്കടയുടെ വലിപ്പൊക്കെ ഉണ്ടാവില്ലേ ഇട്ടാന്ന് വെച്ചു. അപ്പൊ ഇത്ത പറഞ്ഞു, ആ ഒരു പെട്ടിക്കടയില് അത്രയുള്ള ഒരു ചെറിയ വലുപ്പത്തില് 9 ആളുകള് ഈ ചൂടുള്ള രാത്രികളിൽ കിടക്കുന്നത് നിനക്കൊന്ന് കാണാൻ പറ്റും, മനസ്സ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു, നമുക്ക് തന്നെ പറ്റുന്നില്ല ഇത്ത, പിന്നെ എങ്ങനെയായിട്ടാ 9 ആളുകളൊക്കെ കിടക്കാന്ന് വെച്ചു. ഇത്ത തുടർന്നു, ഒരു ഉമ്മ, ആ ഉമ്മാക്കുള്ളത് 5 മക്കള്, 5 പെൺമക്കള്, 16 ആൾ. അതിലുള്ള മൂത്ത ഏച്ചിക്ക്, മൂത്ത ഇത്താക്കുള്ളത് ഒരു പെൺകുട്ടി, 7. ആ ഉമ്മക്കൊരു അനിയത്തിയുണ്ട്. താനാരാന്നറിയാത്ത, ലോകം ഏതാന്നറിയാത്ത, മാനസിക നില മൊത്തമായിട്ട് തെറ്റിയ ഒരു വയസ്സായിട്ടുള്ള വേറെ 8. ആ ഉമ്മക്കൊരു പെൺകുട്ടി. 9 ആളുകള് അബി ഈ ചൂടിൽ കിടക്കുന്നത് ഒരു റൂമിൽ ഇങ്ങനെ അട്ടിക്കട്ടിയായിട്ട് കിടക്കുക. അട്ടിക്കട്ടിയായിട്ട് കിടക്കുമ്പോ ചിലപ്പം കാല് ഡോറിന്റെ പുറത്തേക്ക് പോകും, കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അവിടെ. ഞാന് നിനക്ക് ഈ തന്ന ബിരിയാണി ഉച്ചക്ക് അവർക്കും കൊടുത്തു. അവര് ചെല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാ, ഈ അടുത്താണ് നമ്മുടെ നാട്ടിൽ വന്നത്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത് ഈ നമ്മളെ വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് വന്നപ്പോഴാണ്. അപ്പോ ഞാൻ ഈ ബിരിയാണി കൊടുത്ത സമയത്ത് ഇത്ത പറയാ, മോനെ ഇതൊക്കെ എനിക്ക് ഈ ബിരിയാണി ഒന്നും വേണമെന്നില്ല, നിങ്ങൾ കുറച്ച് ചോറോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. എന്റെ ഇത്താത്തന്റെ മൂത്ത മോളുണ്ട്, മൂത്ത ആ കുട്ടിയുണ്ടല്ലോ, ആ മോക്ക് ഞാൻ കൊണ്ടുകൊടുത്തോളാം, ഞാൻ അത് തിന്നോളാം. എന്റെ കയ്യിലുള്ള ബിരിയാണി പ്ലേറ്റ് ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി. ഇത് തിന്ന് തീർക്കണോ, ഇത് കേൾക്കണോ, കയ്യിലുള്ള ചിക്കനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അതവിടെ മാറ്റി വെച്ചു. അപ്പോ ഇത്ത തുടർന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, ഇത്ത നിങ്ങളിത് പറയണ്ട, ഇതൊക്കെ സത്യമാണെന്ന് അന്വേഷിക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരുമല്ലോ, അപ്പൊ ഇത് സത്യമാണെങ്കിൽ അപ്പൊ പറയാന്ന് പറഞ്ഞു. ആ വരുത്തായി ആ വീട്ടില്, അല്ലെങ്കിൽ എന്റെ ഇവിടുത്തെ ഒരു 200 മീറ്റർ അപ്പുറത്തുണ്ട് ഞാൻ ഈ പറഞ്ഞ കുടുംബം. ഈ വരുത്തിന് ഇത്ത പറഞ്ഞു, മോനെ ഞാൻ അവിടെ പോയിരുന്നു, എല്ലാം ഞാൻ സഹിക്കും മൊത്തം. പക്ഷെങ്കില് ഈ ഒരു തവണ പോയപ്പോ അവിടുത്തെ ഇത്ത പറഞ്ഞത്, താത്താ ഞങ്ങക്ക് ആലോചനകൾ, കല്യാണ ആലോചനയൊക്കെ വരുന്നുണ്ട്, എനിക്ക് വേണമെന്നില്ല, പക്ഷെ എന്റെ അനിയത്തിമാര് പാവല്ലേ, അവർക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഒരു വീട് ഞങ്ങൾക്ക് വേണില്ല, ഇല്ലാതെ ആരും കിടക്കാൻ സ്ഥലമല്ലല്ലോ ഇവിടെ വന്നാല്. അപ്പൊ ഒരു വീടുണ്ട ഞങ്ങൾക്ക്, എന്റെ ഇല്ലെങ്കിലും എന്റെ അനിയത്തിമാരെ കല്യാണമെങ്കിലും കഴിഞ്ഞു കിട്ടും ഇത്താത്ത എന്ന് പറഞ്ഞു. ആലോചിക്കണേ, ഞാനും സാവിത്രി, നീയും, സമൂഹം, നിങ്ങളും ഉള്ളൊരു സമൂഹത്തിലുള്ള കുറച്ച് പെണ്ണുങ്ങന്മാര് പറയാം, അനാവശ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊന്ന് മാരീഡ് ആയാൽ കൊള്ളാവുന്നുണ്ട്. എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. 3 ദിവസമായി നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്, കിടക്കുമ്പോഴൊക്കെ ഇവരാ വരുന്നത്.
ചൂടിൽ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു റൂമിൽ എങ്ങനെയായിരിക്കോ സഹോദരന്മാരൊരു കിടക്കുന്നുണ്ടാവാ. അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾക്കൊക്കെ ഒരുപാട് ഹൈറ്റ്സിലെത്തിയപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവർക്കൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ മൂത്തിത്താന്റെ ഭർത്താവ് ആ കുട്ടി പ്രസവിച്ചപ്പം മരിച്ചുപോയത്. പിന്നെ ഒരാളുണ്ട് ഉപ്പ, അച്ഛൻ, ഉപ്പാണ് പോലും എവിടെ ഉണ്ട്, ഇവിടെ എവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആള് ഇട്ടേച്ചു പോയതാ. അയാളൊക്കെ ഇങ്ങനെ ഉപ്പാന്ന് വിളിക്കാൻ എനിക്കറിയില്ല. എനിക്കുണ്ടേ, എനിക്കില്ലാതൊക്കെ ഞങ്ങൾക്കൊക്കെ ഇല്ലാതെ പോയിട്ടുണ്ട്. ഇത് ഉണ്ടായിട്ടും ഇങ്ങനെ നടക്കണം. പക്ഷെ ആ ഉമ്മാക്കൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ സാബിത്തെ നീ എന്ത്, നിങ്ങളെപ്പോലത്തെ ഒരുപാട് സഹോദരന്മാരുണ്ട് ഈ നാട്ടിൽ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ആ 6 പെൺകുട്ടികളുടെ കല്യാണം കഴിയാതെ ആ ഉമ്മ മരിച്ചു പോവാണെങ്കിൽ, ആ അമ്മ മരിച്ചു പോവാണെങ്കിൽ, തന്റെ മക്കള് ഇന്നും ക്വാർട്ടേഴ്സിലാണെന്ന് വിചാരിച്ചാണ് അമ്മന്റെ മരണം നടക്കുന്നെങ്കിൽ ഞാനും നിങ്ങളൊന്നും ഒന്നിനും പറ്റാതെ പോകും. പിന്നെ എന്ത് നേടിയെടുത്താലും എത്ര പണം ഉണ്ടാക്കിയാലും കാര്യമില്ലാതെ പോകും. അപ്പോ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇത് സംസാരിക്കുമ്പോ. എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ വലിയ പൈസ ഒന്നുള്ള ആളൊന്നല്ല. പക്ഷെ ഞാൻ ഒരു 10,000 രൂപ ഞാൻ എടുക്കാം. എന്നെ പോലെ ഒരു 120 ആള് വിചാരിച്ചാല് അവർ ഈ അടുത്തൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. 13.5 ലക്ഷം രൂപയാണ് പറഞ്ഞത്. ആ വീട് ഉടമസ്ഥൻ പറഞ്ഞത് 1.5 ലക്ഷം അവര് കുറച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ 12 ലക്ഷം രൂപ. ഞാൻ 10,000 എടുക്കാം. ഒരു 120 ആള് 10,000 വെച്ചെടുത്താല് നമുക്ക് 12 ലക്ഷം രൂപ അവിടെ കൊടുക്കാൻ പറ്റും. നാളെയോ മറ്റന്നാളോ ആ പെങ്ങും ആ താത്തമാർക്ക് ആ ഏച്ചിമാർക്ക് അവിടെ കയറി താമസിക്കാൻ പറ്റും. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ല വരില്ല. ഒരു 1200 ആളുകൾ ഒരു 1000 രൂപ വെച്ചെടുക്കും. എന്നാൽ നമുക്കിപ്പോ പ്രശ്നം പൂർത്തിയാക്കാം. ഇനി അതും വേണ്ട, ഒരു 6000 ആളുകൾ ഒരു 200 രൂപ വെച്ചിട്ട് എടുക്കാൻ പറ്റിയാലേ നമുക്കൊക്കെ കിട്ടിയ അവസരമായിട്ട്. ഓക്കെ, നിങ്ങൾ കോളേജിൽ പഠിക്കുകയാണെങ്കിലും സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും യുവാക്കളാണെങ്കിലും 200 രൂപ എന്ന് പറയുന്നത് നമ്മളൊരു റീചാർജിങ് പൈസ മാറ്റിവെക്കാൻ പറ്റിയ ഒരു കുടുംബം ഒരു വീട്ടിൽ കയറി അവർക്ക് നാളെ കല്യാണം നടന്നാലും നമുക്കിതിനെ കൂട്ടി എന്താ ചെയ്യാനുള്ളത്? അവസരമാണ് ഇത് നമ്മുടെ മുന്നിൽ കിട്ടിയത്. ഇനി നമ്മളെ കൂടി ഇത് പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ആളുകൾ പ്രവർത്തകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ചെയ്യണം. എന്താ ചെയ്യേണ്ടെന്ന് ഞാനൊരു ഈ വീഡിയോയുടെ കമന്റ് അല്ലെങ്കിൽ ഇൻബോക്സിന്റെ സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ നമ്പർ എനിക്ക് തരാൻ പറ്റുമെങ്കിൽ തരിക. നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് തീരുമാനിക്കും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു 6000 ആളുകൾ ഒരു 1000 ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. ആ വീട്ടിലേക്ക് അവർക്ക് നാളെയോ മറ്റന്നാളോ മൊത്തം എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു വീട് വേണം. പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീട്. സോ ദിസ് ഈസ് ദ ടൈം ഫോർ us. ഇതിനുള്ള അവസരം ഉമ്മ ഉണ്ട് എനിക്ക്. അങ്ങനെ ഒരു ഉമ്മയാതും ഒരമ്മയാതും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾക്ക് ആ അമ്മയെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടാവില്ലോ. അതേപോലത്തെ കുറച്ച് അനിയത്തിമാർ, കുറച്ച് ചേച്ചിമാർ, കുറച്ച് ഇത്താത്തമാർ അവിടെ ഉണ്ട്. അവരെ ഓർത്തിട്ട് നീ ആരെയും ഓർത്തില്ലെങ്കിലും വേണ്ടിയില്ല. മാനസിക നില തെറ്റിയ ആ അമ്മയെ ഓർത്തെങ്കിലും ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവർക്കൊരു ഒരു കൂര നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അതൊക്കെ ചെയ്യണ്ടോ? നമ്മളൊക്കെ അല്ലാതെ ആരാത് ചെയ്യാനുള്ളത്? എനിക്കിനി ഒന്നും പറയാനില്ല. അവസരങ്ങൾ നമ്മളുടെ മുന്നില്ല. ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും മനസ്സുരുക്കി ഒന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളെന്ന് പറയാം രക്ഷ മനസ്സ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കാൻ. ഇന്നലെ എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ താത്തമാര് പറയാം, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീടിന്റെ അടുത്തേക്ക് പോയി. പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കുക, ആരെയും ഞാൻ ഈ കാണിച്ചു കൊടുക്കണ്ടേ? ഈ 70-75 വയസ്സ് തികഞ്ഞ ഉമ്മാനെയോ അല്ലെങ്കിൽ ആ പെങ്ങന്മാരെയോ ആ ഇത്താത്തമാരുടെ ഫോട്ടോ കാണിച്ചിട്ടായിരിക്കും ഇത് പറയേണ്ടത്. അത് തിരിച്ചു പോകുന്നത് എനിക്ക് വയ്യ അതൊന്നും കാണിച്ചു തരാൻ. പക്ഷെ എന്റെ നമ്പർ ഇതിലുണ്ട്, എനിക്കിത് വിളിക്കാം. നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വരാം. ഞാൻ ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. സ്ഥലവും അവരുടെ ഐഡന്റിറ്റിയും ഒന്നും അധികം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊന്നും പറഞ്ഞിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് ചിന്തിക്കാനും നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. ഉപയോഗിക്കാൻ ശ്രമിക്കുക.